ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇന്ന് സ്കിപ്പ് ചെയ്ത കാരണം ഇനി എത്ര നരച്ചുമുടി ആണെങ്കിൽ പോലും ഏത് പ്രായക്കാർക്കാണെങ്കിൽ പോലും നരച്ചുമുടി ഉണ്ടെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല. ഇതൊന്ന് തൊട്ടാൽ മാത്രം മതി. നമ്മുടെ വീട്ടിലുള്ള ഈ സാധനം വെച്ച് നമ്മൾ തലമുടിയിലേക്ക് യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ മുടി നരച്ചുമുടി എല്ലാം കറുപ്പാക്കാൻ സഹായിക്കുന്നതാണ്. അപ്പം മീശ, താടി, ഇതുപോലെ തന്നെ മുടിയൊക്കെ പുരുഷന്മാർക്ക് സ്ത്രീകൾക്കൊക്കെ നരച്ചു വന്നിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കൂ. ഇത് വീട്ടിൽ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം എന്താണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് വേണ്ടത് നമ്മുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന കുറച്ച് സാധനങ്ങളാണ് കേട്ടോ. ഇപ്പം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ എല്ലായിടത്തും കാണുന്നത് ഇതുപോലെ ചെമ്പരത്തി പൂവ്, അതുപോലെ തന്നെ പനിക്കൂർക്കല. അപ്പം ഞാൻ വീട്ടിലെ ഇതുപോലത്തെ പനിക്കൂർക്കലയാണ് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ സാധാ പനിക്കൂർക്കലയാണെങ്കിൽ എടുക്കാം. ഇതിന് അവരയിലെന്നൊക്കെ പറയാം. അപ്പം ഈ പനിക്കൂർക്കലയുടെ പേരെനിക്ക് ശരിക്കും അറിയത്തില്ല, അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ പനിക്കൂർക്കല ഉണ്ടെങ്കിൽ അതെടുത്തോളൂ, വളരെ നല്ല റിസൾട്ട് കിട്ടുന്നതാണിത്. അപ്പോൾ ഈ പനിക്കൂർക്കലയും അതുപോലെ തന്നെ ചെമ്പരത്തി പൂവാണ് ഞാൻ ആദ്യം എടുക്കുന്നത്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ഈ നല്ലപോലെ കഴുകി ചെമ്പരത്തി പൂവും ഇലയും നല്ലപോലെ ഒന്ന് കഴുകി ഞെവടി പിന്നെ അത് കട്ട് ചെയ്തിട്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഈ ചെമ്പരത്തി പൂവിൻ്റെ ഈ മുകളിലുള്ള ഇതിൽ പൂ പോലെ നിൽക്കുന്ന അത് വേണ്ട, ഈ ഇതളുകൾ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇതിനകത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ തിളപ്പിച്ചിട്ട് ഇതൊന്ന് കുറുക്കി ഒരു 1/4 ഗ്ലാസ് ആകുന്നിടം വരെ ഒന്ന് വറ്റിച്ചെടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സത്തുകളെല്ലാം അതിലിറങ്ങും. പനിക്കൂർക്കലയും അതുപോലെ തന്നെ നമ്മുടെ ചെമ്പരത്തി ഇലയും ഒക്കെ നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ്. നരച്ച മുടിയെ ഡാർക്ക് ഷെയ്ഡിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തലനീരിറക്കമൊക്കെ ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു ഡയറ്റ്. ചിലർക്ക് ഇതൊക്കെ പറ്റി കഴിയുമ്പോൾ ജലദോഷം, തുമ്മൽ, അലർജിയൊക്കെ ഉണ്ടാകാറുള്ളവർ ഇങ്ങനത്തെ ഡൈകൾ ഉപയോഗിക്കുമ്പോൾ, പക്ഷേ ഇത് നിങ്ങളിങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാകത്തേ ഇല്ല. നമുക്ക് നല്ലൊരു റിസൾട്ടും കിട്ടും. അപ്പോൾ ഇത് കണ്ടില്ലേ, നമുക്ക് ഈ പനിക്കൂർക്കലൊക്കെയാണ് പനിയും അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും ഉണ്ടാകത്തുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വെള്ളത്തിൽ നല്ലപോലെ തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു വെള്ളം കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ ഡൈ ചെയ്യാൻ പോകുന്നത്. നാച്ചുറലായിട്ടൊരു ഡൈ ആണ്, കെമിക്കൽ ഒന്നും മേടിക്കേണ്ട. വീട്ടിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പതുക്കെ ആണെങ്കിൽ പോലും നമ്മുടെ മുടിയെ, നരച്ച മുടിയെ കട്ട കറുപ്പാക്കാനായിട്ട് നമുക്ക് സഹായിക്കുന്നതാണ്. കെമിക്കൽ മേടിക്കുമ്പോൾ നമ്മുടെ മുടി ഫുള്ള് നരച്ച് പോകുന്നതുമാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. കുട്ടികൾക്ക് വരെ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നല്ലപോലെ ഇത് കുറുകി ഒന്ന് വന്നിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിത് ഓഫാക്കി വെക്കാം. എന്നിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ നമ്മുടെ ഈ വെള്ളത്തിൻ്റെ ഒരു കളർ നിങ്ങൾ കണ്ടു വയ്ക്കുക. അതുപോലെ തണുത്തതിന് ശേഷം എടുത്തോട്ടെ കണ്ടോ, ഈ ഒരു കളറാണ് വെള്ളത്തിന് കിട്ടുന്നത്. ഇതൊരു രാത്രി ഫുള്ള് വെക്കുവാണെങ്കിൽ രാവിലെ എടുക്കും ഡാർക്ക് ഷെയ്ഡിലേക്ക് ഈ വെള്ളം വരുന്നത് കാണാൻ പറ്റും. നമുക്ക് ഈ ഒരു വെള്ളം കൊണ്ടാണ് ഇപ്പോൾ ഡൈ ഇവിടെ റെഡിയാക്കേണ്ടത്. നമുക്കിത് ആദ്യം ഒന്ന് അരിച്ചെടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ, എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിനെല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഒരു വെള്ളത്തിൻ്റെ ഒരു കളർ നോക്കിക്കുക, ഈ ഒരു കളറാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് വേണ്ട ഇതുപോലെ ഒരു ഇരുമ്പ് ചട്ടിയാണ് ഏറ്റവും നല്ലത്. നല്ല തുരുമ്പുള്ള ചട്ടി ഉണ്ടെങ്കിൽ അത് എടുത്തോളൂ കേട്ടോ. അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇങ്ങനത്തെ ചട്ടി ഇല്ലെങ്കിലും സ്റ്റീലിൻ്റെ പാത്രമാണെങ്കിലും എടുക്കാവുന്നതാണ്. അല്ലാതെ അലുമിനിയം പാത്രങ്ങൾ ഒന്നും എടുക്കരുത്. ഇതുണ്ടെങ്കിൽ ഇതെടുത്തോളൂ, അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രം എടുത്തോളൂ കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ഹെന്നാപ്പൊടിയാണ് നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള ഹെന്ന പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ ബെഞ്ചാരസിൻ്റെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കുക. ഹിമാലയയുടെയും നല്ലതാണ്, ബെഞ്ചാരസിൻ്റെയും നല്ലതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട കടുക്കാപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഈ കടുക്കാപ്പൊടി മെയിനായിട്ട് ഇതിൽ നമ്മൾ ചേർത്തിരിക്കണം. ഇത് നമ്മൾ എല്ലാവരും പറയും ഹെന്ന ചെയ്യുമ്പോൾ മുടി ചുമന്ന് പോവില്ലേ എന്ന് ചോദിക്കുന്നവർക്ക് ഈ ഒരു കടുക്കാപ്പൊടിയും കൂടി ചെയ്യുമ്പോൾ നമ്മുടെ മുടി ആ റെഡിഷ് കളർ അധികം പിടിക്കാതെ ഡാർക്ക് ഷെയ്ഡാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളൊരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. റെഡ് കളർ തെളിഞ്ഞ് നിൽക്കില്ല, പകരം ഡാർക്ക് കളറായിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു കടുക്കാപ്പൊടിയും കൂടെ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. നമ്മുടെ മുടിക്ക് എത്ര വേണം ആവശ്യത്തിന് നിങ്ങളിത് ഈ സാധനങ്ങൾ എടുത്തിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇവിടെ കുറച്ച് മുടി മീശയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ടാണ് നരച്ചിട്ടുള്ളത്. കാരണം നമുക്ക് ഇത് മാത്രം മതിയാകും കേട്ടോ. ഇപ്പോൾ ഇത് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം, മീശയിലും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ തയ്യാറാക്കുന്നത്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പനിക്കൂർക്കലയുടെയും അതുപോലെ തന്നെ നമുക്ക്
ചെമ്പരത്തിയുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഒഴിച്ച് കൊടുത്ത് ഇതുപോലെ രീതിയിൽ അധികം കട്ടിയോ ജ്യൂസോ ഒന്നും ഇല്ലാത്ത രീതിയിൽ ഞാൻ ഇവിടെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ചീനിച്ചട്ടിയിൽ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ വെക്കുമ്പം ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ കളർ മാറി തുടങ്ങും. ഇപ്പോൾ ഈ റെഡ് കളർ പോലെയല്ലേ ഇരിക്കുന്നത്, ഇത് കുറച്ച് കഴിയുമ്പോൾ നല്ലപോലെ മാറി ഡാർക്ക് കളറിലേക്ക് വരുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാനിന്ന് അടച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 20 മിനിറ്റോളം ഇവിടെ മാത്രം വെക്കുന്നു. നിങ്ങൾക്ക് രാത്രി ഫുള്ള് വെക്കാം കേട്ടോ. ഈ ഒരു കളറിൽ നമ്മുടെ ഈ ഒരു ഡൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ തലമുടിയിൽ ഒരു തുള്ളി എണ്ണമയം കാണാൻ പാടില്ല. എണ്ണയുണ്ടെങ്കിൽ നിങ്ങൾ ഷാമ്പൂ ഇട്ട് കഴുകി കളഞ്ഞതിന് ശേഷം ഒന്ന് ഉണക്കിയിട്ട് വേണം നിങ്ങളിത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. അതിനുശേഷം ഒരു 20 മിനിറ്റ് നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്ന ആ സമയത്ത് ചെയ്യും. 1 മണിക്കൂർ വരെ നിങ്ങൾക്ക് ഇത് വെച്ചുകൊണ്ടിരുന്നാൽ നല്ല റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ 20 മിനിറ്റ് മാത്രമേ ഇവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. ഞാനിപ്പോൾ ഇക്കയുടെ മീശയിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. മീശ ഇങ്ങനെ ഞാൻ ചെയ്തിട്ട് നരച്ച മീശയായിരുന്നു. ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ട് ഈ മീശ കറുപ്പിച്ചെടുത്താണ് കേട്ടോ. ഞാൻ കെമിക്കലൊന്നും മേടിക്കാറില്ല. കെമിക്കൽ മേടിച്ച് അലർജി ഉള്ളത് കാരണം കെമിക്കൽ മേടിച്ചിട്ടേ ഇല്ല. പകരം വീട്ടിൽ ഇതുപോലെ നാച്ചുറലായിട്ടാണ് ഞാൻ ചെയ്ത് കൊടുക്കാറുള്ളത്. അതുകൊണ്ടാണ് മീശയ്ക്ക് ഇത്ര കറുപ്പ് തോന്നുന്നത്. ചിലർ പറയും പുള്ളിയുടെ മീശ ഇപ്പോൾ കറുത്തിട്ടാണല്ലോ ഇരിക്കുന്ന, ഒത്തിരി കമൻറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അവരോർക്ക് വേണ്ടിയിട്ടുള്ളൊരു മറുപടിയാണിത്. ഈ മീശ നല്ല നരച്ച മീശയായിരുന്നു. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് കറുപ്പിച്ചെടുത്താണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിന്ന് കഴുകി എടുത്തിട്ട് കണ്ടില്ലേ, ഇപ്പോൾ ഇതേ രീതിയിൽ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഇരിക്കെ നല്ലപോലെ ഡാർക്ക് ഷെയ്ഡിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.